ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ്സും അതുപോലെ തന്നെ ഡിസ്കും ചേഞ്ച് ചെയ്യുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ റിയർ സൈഡിലും പുത്തൻ ബ്രേക്ക് ഡിസ്ക്സും അതുപോലെ തന്നെ പാഡ്സും കിട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു സായിപ്പണ്ണൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു വലിയൊരു കാര്യമൊന്നുമല്ല, കാരണം ഇവിടെ എല്ലാവർക്കും സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടാകാറുണ്ട്. അതിന് കാരണം ഇവിടുത്തെ ലേബർ കോസ്റ്റ് തന്നെയാണ്. നമ്മൾ വണ്ടി ഗ്യാരേജിനകത്തോട്ട് കയറ്റിയിരിക്കുകയാണ്, കാരണം നമുക്ക് പുറത്ത് വെച്ചൊന്നും ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പുള്ളിയുടെ ഗ്യാരേജ് ഒന്ന് വിശദമായിട്ട് കാണാം. But this is too much as per Indian standards. From Lagan with love, not Sweden. Yeah. Yeah. So, yeah. This one first. Yeah. Hello. Yeah. It was very, very nice that it worked. Yeah. Feel free to sit. നമ്മൾ ഫ്രണ്ട് സൈഡിലെ ബ്രേക്ക് ഡിസ്കും പാഡ്സും 2 ദിവസം മുമ്പ് റീപ്ലേസ് ചെയ്തിരുന്നു. ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്സ് ഉള്ളത് ഫ്രണ്ട് സൈഡിലാണ്. കാരണം നമ്മളൊരു കാറ് ബ്രേക്ക് ചവിട്ടി നിർത്തുമ്പോൾ അതിൻ്റെ ഫുള്ള് വെയിറ്റും വന്ന് ആക്ട് ചെയ്യുന്നത് ഫ്രണ്ട് ബ്രേക്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡിസ്കിൻ്റെ തിക്നെസ്സും ഡയമീറ്ററും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും എപ്പോഴും. അതേസമയം പുതിയ വണ്ടികളിലൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഫ്രണ്ട് ഡിസ്കും പാഡ്സും ആയിരിക്കും. കാരണം ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ആവുന്നത് റിയർ സൈഡിലെ ബ്രേക്കിലേക്കാണ്. നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ റിയർ സൈഡിലെ ബ്രേക്ക് ഡിസ്ക്സും പാഡ്സും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നമ്മൾ സർവീസ് മോഡിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സായിപ്പണ്ണൻ ഒരു ഡയഗ്നോസ്റ്റിക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് പാർക്കിംഗ് ബ്രേക്ക് സർവീസ് മോഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഫ്രണ്ട് ഡിസ്കൊക്കെ മാറ്റിയ സമയത്ത് നമ്മൾ പുള്ളിയുടെ ഒരു ഡയഗ്നോസ്റ്റിക് മോഡം ഉപയോഗിച്ചിട്ടൊന്ന് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അത് വെച്ചിട്ട് നമുക്കത് മാറ്റാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് വന്നിട്ട് അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അത് വർക്കാവുന്നുണ്ട്. അപ്പോൾ പുള്ളി പാർക്കിംഗ് ബ്രേക്ക് സർവീസ് മോഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാർക്കിംഗ് ബ്രേക്കിൻ്റെ സിമ്പിൾ ഡാഷ്ബോർഡിൽ ബ്ലിങ്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ സിലിണ്ടർ എക്സ്റ്റെൻഡ് ആവുന്നതും റിട്രാക്ട് ആവുന്നതിൻ്റെയും സൗണ്ടും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം സംഭവം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കിത് മാനുവലായിട്ട് നമ്മൾ ബ്രേക്ക് കാലിപ്പർ പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അകത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിലിണ്ടർ ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതേസമയം നമുക്ക് ഫ്രണ്ട് സൈഡിൽ നമുക്ക് ബ്രേക്ക് കാലിപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് അകത്താനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ബ്രേക്ക് പാഡ്സൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. We want it in a closed position or open? No, I was just about to test. There was a different mode than before. But now it's service. Okay. Switch off ignition, switch the pads and do the job. Okay. Yeah. That's it. So we push that off. ഓക്കെ, അപ്പോൾ നമ്മൾ പണി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് വീല് അഴിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. വണ്ടി നമ്മൾ ജാക്ക് ഉപയോഗിച്ചിട്ട് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പഴയ ബ്രേക്ക് ഡിസ്ക്സും അതുപോലെ തന്നെ പാഡ്സും ഒക്കെ അഴിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഡിസ്കും പാഡും ഒക്കെ വളരെ തുരുമ്പടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ സ്വീഡനിൽ പ്രത്യേകിച്ചും വിൻ്റർ സമയത്തൊക്കെ ഇവിടെ റോഡിൽ സോൾട്ട് ഇവർ ഇടുന്ന ഒരു പതിവുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഞ്ഞുകാലത്ത് റോഡിൽ നിന്ന് പെട്ടെന്ന് ഐസൊക്കെ ഉരുക്കി കളയാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു സോൾട്ട് ഇവരിടുന്നത്. പക്ഷേ നമ്മുടെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ടും ഈ ഒരു ഡിസ്ക് റസ്റ്റ് ആകുന്നതിന് ഈ ഒരു സോൾട്ട് പ്രധാനമായിട്ടും ഒരു കാരണമാണ്.
ഈ വണ്ടി 2014 മോഡലാണ്. അപ്പം ഏകദേശം 8 വർഷത്തോളമായി. അപ്പം നമുക്ക് എന്തായാലും ഡിസ്ക് മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ണൻ്റെ ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡിസ്കും അതുപോലെ തന്നെ പാഡ്സും ഒരേ സമയം മാറ്റുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വിയർ ഔട്ട് മാച്ച് ആവാതെ വരികയും പിന്നെ ബ്രേക്ക് എഫിഷ്യൻസി തന്നെ കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കും അതുപോലെ തന്നെ പാഡ്സും നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ബാൻഡിൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. ATE എന്ന കമ്പനിയുടെ ബ്രേക്ക് ഡിസ്കും അതുപോലെ തന്നെ പാഡ്സുമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രംബോയെക്കാളും ബോഷിനേക്കാളും ഒക്കെ മികച്ച ക്വാളിറ്റി നൽകുന്ന ഒരു ബ്രാൻഡാണിത്. ശരിക്കും പറഞ്ഞാൽ ഔഡി വോക്സ് വാഗൺ പോലുള്ള ജർമ്മൻ മേക്ക് കാർസിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രേക്ക് ഡിസ്ക് എന്ന് പറയുന്നത് ATE തന്നെയാണ്. ഈ ഡിസ്ക് ഫിറ്റ് ചെയ്യുന്ന സ്ഥലം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു അലൈൻമെൻറ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്ക് നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാഡ്സ് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ഗ്രീസൊക്കെ ചെയ്തിട്ട് നമ്മൾ പാഡ്സ് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഡിസ്കും പാഡ്സും നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആ ഡയഗ്നോസ്റ്റിക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്തിട്ട് ബ്രേക്ക് കംപ്രസ് ചെയ്യണം. ഇവിടെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. സിലിണ്ടർ കുറച്ച് നേരത്തേക്ക് സ്റ്റക്കായിട്ട് പോയിട്ട് അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു. എന്തായാലും നമ്മുടെ അണ്ണൻ എക്സ്പേർട്ടാണ്. പുള്ളി ഡയഗ്നോസ്റ്റിക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് വീണ്ടും അത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ എറേഴ്സൊക്കെ മാറ്റി വീണ്ടും സംഭവം റീസെറ്റ് ചെയ്തെടുത്തു. എന്തായാലും നമുക്ക് ഇവിടെ ഒരു 1 hour എക്സ്ട്രാ സ്പെൻഡായി. എന്തായാലും ഇനി നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ നമ്മുടെ മറ്റേ വീലിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റേ വീലും നമ്മൾ അഴിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ ബ്രേക്ക് ഡിസ്കും അതുപോലെ തന്നെ പാഡ്സും മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൂൾസും അതുപോലെ തന്നെ ഇതുപോലൊരു ഗ്യാരേജും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. പ്രത്യേകിച്ച് ഈ ഒരു വർക്ക് നമുക്ക് ഒരു 2000 അല്ലെങ്കിൽ 3000 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കിട്ടും. ഇവിടെ സ്വീഡനിൽ നമ്മൾ ഈ വണ്ടിയുടെ 4 വീലിൻ്റെയും ബ്രേക്ക് ഡിസ്കും പാഡ്സും റീപ്ലേസ് ചെയ്യുന്നതിന് ഔഡിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം 1 lakh Indian rupees ആണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു കൊട്ടേഷൻ നമുക്ക് ഓഡിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഏകദേശം 10,000 സ്വീഡിഷ് ക്രോണയാണ് അവർ പറയുന്നത്. അത് ഏകദേശം 1 lakh Indian rupeesനടുത്ത് വരും. ഇവിടെ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ നല്ല ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതല്ല അവസ്ഥ. അതും ഒരു വാസ്തവമാണ്. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് പഴയ രീതിയിലേക്ക് തിരിച്ച് മാറ്റേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. Success. Almost like music. Yeah. Good. Yes. Great. Take that one. Switch that off. No blinking. No. Yeah. Good teamwork. Yeah. It's not teamwork, it's your work. No. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ബ്രേക്ക് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചു. എന്തായാലും നമ്മുടെ സായിപ്പണ്ണന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. പുള്ളിക്ക് ഇതൊക്കെ നിസ്സാരമാണ്. പുള്ളി ഈ വർക്ക്ഷോപ്പിൽ എൻജിൻ വരെ റീപ്ലേസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് ആപ്പാടെ ചെയ്യാൻ അറിയാവുന്നത് ടയർ മാറ്റുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമാണ്. അതുപോലും ചെയ്യാൻ അറിയാൻ മേലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ് വാസ്തവം. എന്തായാലും പുള്ളിക്ക് ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ സ്വീഡനിൽ നിന്നും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.